ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ഇതേപോലെ റെസിസ്റ്ററും കപ്പാസിറ്ററും പാരലായിട്ട് കണ്ടിട്ടുണ്ടോ? എങ്കിൽ അതിന് പിന്നിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. ഇതാണ് ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എമിറ്റർ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് അൺസ്റ്റേബിൾ ആവുകയും ട്രാൻസിസ്റ്റർ കത്തിപ്പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയാണ് എമിറ്ററിൽ സ്റ്റെബിലൈസേഷന് വേണ്ടി റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു റെസിസ്റ്റർ വഴി ട്രാൻസിസ്റ്ററിലേക്കുള്ള കറണ്ട് ഫ്ലോ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറവായിരിക്കും. പക്ഷേ ഇതിനൊരു ന്യൂനതയുണ്ട്. അത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഓവറോൾ ഗെയിൻ കുറയാൻ കാരണമാകാറുണ്ട്, പ്രത്യേകിച്ച് ഹയർ ഫ്രീക്വൻസീസിൽ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റെസിസ്റ്റർ മാത്രമേ ഉള്ളെങ്കിൽ ഈ എ സിയും ഡി സിയും ഈ റെസിസ്റ്ററിൻ്റെ അകത്തൂടെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി വരുമ്പോഴേക്കും ഈ റെസിസ്റ്ററിൻ്റെ അകത്തെ ഇൻഡക്റ്റൻസ് കൊണ്ട് മിക്കവാറും അത് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഇടുവാണെങ്കിൽ ഡി സിയിൽ ആ റെസിസ്റ്റർ നല്ലപോലെ വർക്ക് ചെയ്യും. എന്നാൽ എ സി സിഗ്നൽ വരുമ്പോഴേക്കും ഇപ്പം നമ്മൾ ഈ കാണുന്ന ബൈപ്പാസ് കപ്പാസിറ്റർ എനേബിൾ ചെയ്യുവാണെങ്കിൽ അതുവഴിയായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ നല്ല രീതിയിൽ ഹൈ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് ഗെയിൻ കൂടുന്നു. അപ്പോൾ ഡി സി കമ്പോണൻറ്റ് റെസിസ്റ്റർ വഴിയും ബാക്കി എ സി കമ്പോണൻറ്റ് കപ്പാസിറ്റർ വഴിയും പോകും. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഗ്രാഫ് ഇതേപോലെ ആംപ്ലിറ്റ്യൂഡ് കൂടിയ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭ്യമാകും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ആംപ്ലിഫയറുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഇതുപോലെ ബൈപ്പാസ് കപ്പാസിറ്ററുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് ചില ഐ സികൾക്കും ബാധകമാണ്. ഇനി നമ്മൾ ഈ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ വളരെ ഉയർന്ന ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്ന സർക്യൂട്ടുകളിൽ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. എന്നാൽ ഫ്രീക്വൻസി കുറഞ്ഞ സർക്യൂട്ടിൽ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഒരു പ്രധാന പാതയിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ മറ്റൊരു പാത വെട്ടി തുറന്നു പോകുന്ന പോലെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഹൈവേയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വണ്ടികൾ സർവീസ് റോഡിൽ കൂടെ വിടാൻ പറ്റും. അതുതന്നെയാണ് ഈ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലും സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് അറിവുകൾ, പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ മേഖലയുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തിനും അടിക്കണം. ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.